കേരള വിഷൻ വരിക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ടെലിവിഷൻ ഓൺ ചെയ്യുമ്പോൾ റിമോട്ടിലെ വോളിയം ഒഴികെ ഏത് ബട്ടൺ അമർത്തിയാലും 24 നിങ്ങൾക്ക് മുന്നിലെത്തും. ശമ്പളം ലഭിക്കാത്തതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്ത ട്രാക്കോ കേബിൾ കമ്പനി ജീവനക്കാരൻ പി ഉണ്ണിയുടെ സംസ്കാരം ഇന്ന് നടക്കും. രാവിലെ 10 മണിക്ക് കാക്കനാട് പൊതുശ്മശാനത്തിലാണ് സംസ്കാരം. ഉണ്ണിയുടെ ആത്മഹത്യയിൽ മാനേജ്മെന്റിനെതിരെ പ്രതിഷേധം ശക്തമാക്കിയാണ് ഇപ്പോൾ ട്രാക്കോ കേബിൾസിലെ തൊഴിലാളികൾ. അശ്വിൻ പാലാഴി വിവരങ്ങൾ നൽകുന്നു കൊച്ചിയിൽ നിന്ന്. അശ്വിൻ, യഥാർത്ഥത്തിൽ ഈ ശമ്പളം മുടങ്ങുന്നത് കുറച്ചധികം കാലമായി 11 മാസം ശമ്പളം കിട്ടാത്തതാണ് ഈ പി ഉണ്ണി മരിക്കാൻ കാരണമായത് എന്ന് പറയുന്നു. നേരത്തെയും ഇതുപോലെ ചില ആത്മഹത്യകൾ ശ്രമങ്ങളൊക്കെ നടന്നിട്ടുണ്ട് അവിടെ. എന്താണ് വിവരങ്ങൾ? തീർച്ചയായും എസ് കെ, നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറമാണ് ട്രാക്കോ കേബിൾ കമ്പനിയിലെ പ്രതിസന്ധി. അത് കേവലം 11 മാസമായി മാത്രമുള്ള ഒരു പ്രശ്നമല്ല. ശമ്പളം മുടങ്ങുന്നതാണ് 11 മാസമായി അവർ നേരിടുന്ന പ്രശ്നം. അതിന് ഏകദേശം 1.5 വർഷം മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 2 വർഷം മുന്നേ തന്നെ ട്രാക്കോ കേബിളിലെ പ്രതിസന്ധി തുടങ്ങിയതാണ്. അന്ന് മുതൽ പല ആളുകളും കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ വളരെ കഷ്ടപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് ജീവനക്കാരടക്കം നമ്മളോട് പറയുന്നത്. എന്തായാലും ഈ ഉണ്ണിയുടെ ആത്മഹത്യയോടുകൂടി അവിടുത്തെ സമരം ശക്തമാവുകയാണ്. അവരുടെ ഉണ്ണിയെപ്പോലെ തന്നെ നിരവധി ആളുകൾ ഇപ്പോഴും ഉണ്ട് എന്ന് ജീവനക്കാർ പറയുന്നുണ്ട്. എപ്പോൾ വേണമെങ്കിലും ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടേക്കപ്പെടാവുന്ന ജീവിതങ്ങൾ ഒരുപാടുണ്ട്. അവരുടെ കുടുംബമെല്ലാം പ്രതിസന്ധിയിലാണ്. അതുകൊണ്ട് തന്നെ മാനേജ്മെന്റിനെതിരെ സമരം ശക്തമാക്കുകയാണ്. ഇന്ന് ഡിസംബർ 1 അതായത് 12 മാസമായി ഈ ശമ്പളം കിട്ടിയിട്ട് 12 മാസമാകുന്നു, 1 വർഷമാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. മന്ത്രി അടക്കം ഇടപെട്ട് സജീവ ചർച്ചയാക്കി വിഷയം പരിഹരിക്കണമെന്നുള്ളതാണ് അവരുടെ ആവശ്യം. അതേസമയം വ്യവസായ മന്ത്രിയുടെ ചില പ്രസ്താവനകളിൽ ജീവനക്കാർ അസംതൃപ്തരാണ്. അതിലും പ്രതിഷേധം ഉയരുന്നുണ്ട്. ഈ മരണപ്പെട്ട ഉണ്ണിയുടെ സംസ്കാരം ഇന്ന് രാവിലെ 10 മണിക്ക് കാക്കനാട് പൊതുശ്മശാനത്തിൽ നടക്കും. എസ് കെ. ഓക്കെ, താങ്ക് യു.